കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം കാണിക്ക കൊടുക്കുന്നോ അത്രമാത്രം നമുക്ക് അനുഗ്രഹവും കിട്ടും മോനെ. അമ്മ എനിക്ക് തരുന്ന പോക്കറ്റ് മണിയൊക്കെ കൂട്ടിവെച്ചിട്ട് ഞാനും ചർച്ച് പണിയാൻ സഹായിക്കട്ടെ അമ്മേ? തീർച്ചയായും കൊടുക്കും മോനെ. എപ്പോഴും നിങ്ങൾ സന്തോഷത്തോടുകൂടി കൊടുക്കണം. ആരുടെയെങ്കിലും നിർബന്ധത്തിന്റെ പേരിലല്ല, ഉത്സാഹത്തോടെ നിങ്ങൾ കർത്താവിന് നൽകണം. നമ്മൾ സ്വമനസാലെ കർത്താവിന് കാണിക്ക നൽകുമ്പോൾ ദൈവം നമ്മെ അത്യധികം സ്നേഹിക്കും. യേശു വിടുവിക്കുന്നു ശുശ്രൂഷയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഹൃദയങ്ങൾക്ക് ഞങ്ങളുടെ ആശംസകൾ. വീണ്ടും നിങ്ങളെ സമീപിക്കുന്നതിനായി ദൈവം നൽകിയ കൃപയ്ക്കായി ഞങ്ങൾ അവനെ സ്തുതിക്കുന്നു. നിങ്ങൾ ഈ പരിപാടി കാണുന്നതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നുമുണ്ട്. എങ്കിലും അതുമാത്രം പോരാ, നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ ഈ പരിപാടിയുടെ ലക്ഷ്യം നിറവേറുകയുള്ളൂ. കുടുംബം അഭിവൃദ്ധിപ്പെടും, രാജ്യത്ത് ഒരു ഉണർവുണ്ടാകും. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി ശുശ്രൂഷയ്ക്കായി നൽകുക എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. ശുശ്രൂഷയ്ക്കായി നൽകുക എന്ന് പറഞ്ഞ ഉടനെ കർത്താവിന് ഒന്നുമില്ലാത്തതുപോലെയും നിങ്ങൾ ഉദാര മനസ്കതയോടുകൂടി കൊടുത്ത് സഹായിക്കുകയാണെന്നും വിചാരിക്കരുത്. അതേ പ്രിയപ്പെട്ടവരെ, ചോദിച്ചാലേ എന്തും കിട്ടുകയുള്ളൂ, കൊടുക്കുന്നവർക്ക് ധാരാളമായി ലഭിക്കും. അതുകൊണ്ടാണ് കൊടുപ്പിൻ നിങ്ങൾക്ക് നിറഞ്ഞ കവിയുവോളം ലഭിക്കും എന്ന് വേദപുസ്തകത്തിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും നിങ്ങളുടെ കടബാധ്യതകൾ തീരുവാനും ദൈവത്തിന് നൽകി നോക്കൂ. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് നിറഞ്ഞ കവിയുവോളം തന്നെ ദൈവം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ്. യേശുവിന് മാത്രമേ നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കൂ. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ താലന്തുകൾ അവന് നൽകി നോക്കൂ. തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും, പല മടങ്ങ് അനുഗ്രഹിക്കും. വേദപുസ്തകത്തിൽ പാവപ്പെട്ട ഒരു വിധവ തന്റെ പക്കൽ ഉണ്ടായിരുന്നതെല്ലാം കൊടുത്തു. അതിനാൽ അവരുടെ പേര് വേദപുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തൊരു അതിശയമാണ്! നിങ്ങളും ദൈവത്തിന് കൊടുത്തു നോക്കൂ, അവൻ തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. അടുത്തതായി നമുക്ക് ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. ചേച്ചി, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, പ്രാർത്ഥനാ കൂടാരം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണല്ലോ ബ്രദർ. ഒരുപാട് ലാൻഡ് വാങ്ങാൻ നിങ്ങളാണ് കാശ് കൊടുത്ത് സഹായിച്ചത്. അതിനെന്താ, ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ലേ തരുന്നത്. ഒരു മിനിറ്റ് ഇരിക്കെ. മോൻ എത്രയിലാ പഠിക്കുന്നേ? 3rd സ്റ്റാൻഡേർഡിലാ പഠിക്കുന്ന അങ്കിൾ. നന്നായിട്ട് പഠിക്കില്ലേ? ആ, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പ്രാർത്ഥനയൊക്കെ തെറ്റാതെ ചെയ്യണം. ശരി അങ്കിൾ. ഇതാ, ഇതിൽ കുറച്ച് കാശുണ്ട്. ഇത് വെച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ കൂടാരം പണിതോ. കുറച്ചു ദിവസം കഴിഞ്ഞ് കുറച്ചും കൂടി കാശ് ഞാൻ തന്നെ കൊണ്ടുവന്ന് തരാം. വളരെ നന്ദി സിസ്റ്റർ. ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്ര തവണ ചോദിച്ചാലും നിങ്ങൾ ഒരു മടിയില്ലാതെ ദാനം ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാവട്ടെ സിസ്റ്റർ. വളരെ സന്തോഷം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ സിസ്റ്റർ. നോക്കിക്കോ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അച്ഛാ, അമ്മ ചർച്ച് പണിയാൻ വേണ്ടി കാശ് വാരി കൊടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. നിന്റെ അച്ഛനാ കൊടുക്കാൻ പറഞ്ഞത്. എന്താ അമ്മീ പറയുന്നേ? അതെ ജോൺ, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം കാണിക്ക കൊടുക്കുന്നോ അത്രമാത്രം നമുക്ക് അനുഗ്രഹവും കിട്ടും മോനെ. അമ്മ എനിക്ക് തരുന്ന പോക്കറ്റ് മണിയൊക്കെ കൂട്ടിവെച്ചിട്ട് ഞാനും ചർച്ച് പണിയാൻ സഹായിക്കട്ടെ അമ്മേ? തീർച്ചയായും കൊടുക്കും മോനെ. അത് കർത്താവിന് വളരെ ഇഷ്ടമാണ്. ശരി അമ്മേ.
ജോൺ, ഇന്ന് എന്റെ അമ്മ എനിക്ക് പോക്കറ്റ് മണി തന്നു. എനിക്കും എന്റെ അമ്മ തന്നു പീറ്റർ. ഞാൻ ഐസ്ക്രീം വാങ്ങാൻ പോവാ. നീ എന്താ വാങ്ങുന്നേ? എന്റെ അമ്മ എന്നോട് പറഞ്ഞു ചർച്ചില് കാണിക്ക കൊടുക്കണമെന്ന്, ചർച്ച് പണിയാൻ കൊടുക്കണമെന്ന്. അങ്ങനെ ചെയ്യുന്നതാണ് യേശുവിന് ഒരുപാട് ഇഷ്ടമെന്ന്. ഞാനും പോക്കറ്റ് മണി കൂട്ടിവെച്ച് ചർച്ച് പണിയാൻ സഹായിക്കുമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ? ശരി, വാ പോകാം പീറ്റർ. ഇതാ പാസ്റ്റർ, എന്നെ കൊണ്ട് കഴിയുന്ന തുക ഇതിലുണ്ട്. ഇതുകൊണ്ട് ചർച്ചിന്റെ പണി തുടങ്ങിക്കോളൂ. വളരെ നന്ദി സിസ്റ്റർ. എനിക്ക് പരിചയമുള്ള ചിലരോട് ചോദിച്ചു, അവരും തന്നിട്ടുണ്ട്. ആ തുകയും ഇതിന്റെ കൂടെ ഉണ്ട്. മറ്റു ചിലരോടും ചോദിച്ചിട്ടുണ്ട്, അവരും ചർച്ച് പണിയാനുള്ള തുക തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി സിസ്റ്റർ. പാസ്റ്റർ, സുബിയോട് ചോദിച്ചിരുന്നോ? ആരാ? ചർച്ചിന്റെ അടുത്തുള്ള ഹസ്ബൻഡൂടെ ഫോറിലുള്ള അവരാന്നോ? അതെ പാസ്റ്റർ. എന്തിനാ അവിടെ പോയെന്ന് തോന്നിപ്പോയി സിസ്റ്റർ. അതെന്താ, എന്തുപറ്റി? അതെ, മുകളിലത്തെ നിലയ്ക്കാണ്. എത്ര എമൗണ്ട് പറഞ്ഞ്? 2 ലക്ഷമോ? ശരി, ഇന്ന് വൈകുന്നേരം തന്നേക്കാം. ഒന്ന് വേഗം ഡെലിവറി ചെയ്യണേ. സിസ്റ്റർ, വരൂ പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം പാസ്റ്റർ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ ചർച്ച് കെട്ടാൻ വേണ്ടി ഫണ്ട് റേസ് ചെയ്തോണ്ടിരിക്കുക. അതാ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്താൽ നന്നായിരിക്കും. എനിക്കും തരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോ കയ്യിൽ കാശില്ലല്ലോ. അതെ പാസ്റ്റർ, അദ്ദേഹം ഇതുവരെ ശമ്പളം അയച്ചു തന്നില്ല. അതുകൊണ്ടിപ്പോ അല്പം ബുദ്ധിമുട്ടാ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ, കോഫിയോ ചായയോ? സാരമില്ല സിസ്റ്റർ, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി, ഇന്ന് വൈകുന്നേരം വന്നോളൂ. 2 ലക്ഷം ക്യാഷ് ആയിട്ട് തന്നേക്കാം, പോരെ? അവരോട് മാത്രം ചോദിക്കണ്ട സിസ്റ്റർ, വിട്ടേക്ക്. ശരി പാസ്റ്റർ, അപ്പൊ ഞാൻ ഇറങ്ങുക. വരട്ടെ. ശരി സിസ്റ്റർ. എന്തിനാണ് കള്ളം പറഞ്ഞത്? എന്ത് പറഞ്ഞു എന്നാ? കാശ് വെച്ചപ്പോ നീ ഇല്ലെന്നല്ലേ പറഞ്ഞത്? ആ മുത്തശ്ശിയെ കണ്ടിട്ട് വല്ലത് പാവം തോന്നിടാ. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ഞാൻ കരുതിയേ. സാറ് വല്ലാത്ത ദാനശീലനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടൊന്നും അല്ലടാ. നിന്റെ കാശ് ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നടാ, പക്ഷെ ഞാൻ കൊടുക്കണ്ടെന്ന് വെച്ചു. എന്ത് പണിയാടാ? പിന്നെന്താടാ, എല്ലാവരെയും ഒന്നും അങ്ങനെ സഹായിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ അവർക്ക് വാങ്ങിക്കൊടുത്താലുണ്ടല്ലോ, ഉടനെ തന്നെ നിന്റെ ചുറ്റിലൊരു കൂട്ടം തന്നെ വന്ന് നിൽക്കും. അപ്പൊ നീ എന്ത് ചെയ്യും? ദയ കാണിച്ചതൊക്കെ മതിയടാ. എടാ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാ നീ അധികം ഒന്നും പറയണ്ട, ആദ്യം മുന്നിലുള്ളത് കഴിക്ക്. അയ്യോ, അവരുടെ അടുത്താണോ? എന്റെ പൊന്നോ, എനിക്ക് കാശ് വേണ്ടേ. അവർക്ക് വീട്ടിൽ സാധനങ്ങൾ മേടിക്കാൻ പോലും കാശ് തികയുന്നില്ല. പിന്നെ എന്നെ വിശ്വസിച്ചാണ് ഞാൻ അവർക്ക് കാശ് കൊടുക്കുന്നത്. എന്താ ചേച്ചി, എന്താ പെട്ടെന്ന് ഇതുവഴി? വരേണ്ട കാര്യം ഉണ്ടായിരുന്നത് കൊണ്ടാ വന്നത്. സുബി, പാസ്റ്റർ ഇവിടേക്ക് വന്നിരുന്നോ? അതെ ചേച്ചി, ചർച്ച് പണിയാൻ കാശ് വേണമെന്ന് ചോദിച്ചു. എന്നിട്ട് കൊടുത്തോ സുബി? ഇല്ല ചേച്ചി. എന്താ സുബി, നിന്റെ അടുത്ത് കാശില്ലേ? അതോ കൊടുക്കാനുള്ള മനസ്സില്ലേ? സുബി, നിനക്കും നിന്റെ വീടിനും മാത്രമായി ജീവിക്കരുത്. ഇപ്പോഴത്തെ നിന്റെ ഈ ജീവിതത്തിന് ആരാ കാരണമെന്നറിയാമോ? നിന്റെ കഴിവാണോ, അറിവാണോ, ബലമാണോ? ഒന്ന് പറഞ്ഞേ. കർത്താവിനോ? അവനില്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം ഇല്ലല്ലോ അല്ലേ? അപ്പോ അവന് കൊടുക്കാൻ നിനക്കെന്താ ഇത്ര മടി? വേദപുസ്തകത്തിൽ മൊർദെഖായി എസ്തറിനോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ?
നിന്നെ ഉയർത്തിയിരിക്കുന്നത് തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ്. അത് മറന്നു കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്കും എന്തുകൊണ്ടാണ് ഈ മേന്മയെന്നറിയാമോ? നീയും മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി തീർച്ചയായും കൊടുത്ത് സഹായിക്കണം സുബി. ചേച്ചി, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. സന്തോഷം സുബി. നീ കൊടുക്കുന്ന ദശാംശത്തിന്റെ അത്രയും മാത്രമാണോ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നത്? പറഞ്ഞേ. ഇല്ല ചേച്ചി. സുബി, ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് പറയുന്നു എന്ന് യഹോവ പറഞ്ഞിട്ടുണ്ട്. അവരെപ്പോലെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. ആത്മാക്കൾക്ക് വേണ്ടി ഉത്തരവാദിത്വം എടുക്കാനും പറ്റില്ല. പക്ഷേ അവരത് ചെയ്യുന്നതിനായിട്ട് പണം നൽകി സഹായിക്കാൻ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് മനസ്സിലാക്ക്. അവനവൻ നിർബന്ധപൂർവവുമല്ല പ്രേരണയാലുമല്ല സന്തോഷത്തോടെ കൊടുക്കേണ്ടതാണെന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നന്നായി ആലോചിക്ക്. കർത്താവ് നിന്നോട് സംസാരിക്കും. അതനുസരിച്ച് പ്രവർത്തിക്ക്. കേട്ടല്ലോ? ശരി ചേച്ചി. അമ്മേ, ഇവിടെ അടുത്ത് ശുശ്രൂഷിക്കുന്ന ആന്റി വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി അമ്മ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. വേഗം ചെന്ന് അവരോട് വരാൻ പറയും. ചെല്ല്. എന്താ, നിങ്ങൾ ജ്യോതിച്ചേച്ചി എന്ന നാടകം കണ്ടില്ലേ? ശുശ്രൂഷയ്ക്കായി നൽകണമെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞോ? നമ്മളും അനാവശ്യമായ ചെലവുകൾ കുറച്ച് ദൈവത്തിനായി ഉദാരമനസ്കതയോടെ കൊടുത്താൽ ദൈവം തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും. വേദപുസ്തകത്തിൽ സ്ത്രീകൾ തങ്ങളുടെ വസ്തുക്കളും പണവും നൽകി ശുശ്രൂഷയ്ക്കായി സഹായിച്ചു എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി സഹോദരി ജോയ്സ് ലാസറസ് അവർ ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളും പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ പരിപാടിയിലൂടെ ദൈവം നമ്മോട് സംസാരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം നല്ലൊരു പരിപാടിയാണ് നമ്മൾ കണ്ടത്. നാം ശുശ്രൂഷയ്ക്കായി നൽകണം. ശുശ്രൂഷയ്ക്കായി നൽകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. 2 കൊരിന്ത്യർ 9:7 അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. ശുശ്രൂഷയ്ക്കായി നമ്മൾ നൽകണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സന്തോഷത്തോടെ കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി നൽകുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ്. ശുശ്രൂഷയ്ക്കായി നൽകുന്നത് യേശുവിന് നൽകുന്നത് പോലെയാണ്. അതുപോലെ തന്നെ ലൂക്കോസ് 8-ാം അധ്യായത്തിലെ 2-3 വചനങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ യേശുവിന്റെ ശുശ്രൂഷയ്ക്കായി സ്ത്രീകൾ തങ്ങളുടെ കാണിക്കകൾ കൊണ്ടുവന്ന് ശുശ്രൂഷകൾ ചെയ്തിരുന്നു എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സന്തോഷത്തോടെ കൊടുക്കണം. ആരുടെയും നിർബന്ധത്തിന്റെ പേരിലല്ല, ഉത്സാഹത്തോടെ കർത്താവിന് നൽകേണ്ടതാണ്. നാം സന്തോഷത്തോടെ കർത്താവിന് കാണിക്ക നൽകുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ പ്രീതി ലഭിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മാർക്കോസ് 12-ാം അധ്യായം 41, 42, 43, 44 വചനങ്ങൾ നാം വായിച്ചു നോക്കിയാൽ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. യേശു ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. നാം ദേവാലയത്തിലേക്ക് പോകുന്നു. നമ്മൾ ഇടുന്ന കാണിക്കയെല്ലാം കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് കാണുന്നുണ്ടെന്നുള്ള ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടെന്ന് വചനം പറയുന്നുണ്ട്. നാം സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല, ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. ഭണ്ഡാരത്തിൽ ഇട്ട മറ്റെല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശ്രീഭണ്ഡാരത്തിനടുത്ത് യേശു ഇരുന്നു കൊണ്ട് ആരൊക്കെയാണ് കാണിക്കയിടുന്നതെന്ന് നോക്കുന്നു, എങ്ങനെയുള്ള ഹൃദയത്തോടെയാണ് ഇടുന്നതെന്ന് നോക്കുന്നു. അപ്പോൾ ഒരു ദരിദ്രയായ വിധവ അധികം കാശിട്ടു എന്ന്
സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു. ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് കർത്താവ് പറയുന്നു. കർത്താവ് അവളെക്കുറിച്ച് സാക്ഷി പറയുകയാണ്. പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ നാം അവന് കൊടുക്കുമ്പോൾ ദൈവത്തിനും സന്തോഷമാകും. ഏത് ശുശ്രൂഷയ്ക്ക് കൊടുക്കുകയാണെങ്കിലും ആദ്യം ദൈവം മുൻപാകെ നാം പ്രാർത്ഥിക്കേണ്ടതാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും, അതിനായി അനുഗ്രഹിക്കും. നാം അങ്ങനെ ശുശ്രൂഷയ്ക്കായി കൊടുക്കുമ്പോൾ ദൈവം നമ്മെ അത്യധികം സ്നേഹിക്കും. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി കൊടുക്കണം, ഉത്സാഹത്തോടെ കൊടുക്കണം. സന്തോഷത്തോടെ കൊടുക്കണം, ഹൃദയപൂർവമായിരിക്കണം കൊടുക്കേണ്ടത്. കൊടുക്കണം എന്നുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ശുശ്രൂഷയ്ക്കായി കൊടുക്കണം, ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കണം, ശുശ്രൂഷയ്ക്ക് വേണ്ടതെല്ലാം ചെയ്ത് സഹായിക്കണം. നാം അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുമ്പോൾ അവൻ നമ്മെ അനുഗ്രഹിക്കും. എനിക്ക് ഒരമ്മയെ അറിയാം. ആ അമ്മയ്ക്ക് ഒരേ ഒരു മകനുണ്ടായിരുന്നു. ആ മകനെ അവർ നന്നായി പഠിപ്പിച്ചു. അമ്മ വളരെയധികം പ്രാർത്ഥിച്ചാണ് അവനെ പഠിപ്പിച്ചത്. അവൻ അങ്ങനെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ഷനായി. ആ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്ന സ്ത്രീയായിരുന്നു. ആ മകനും നല്ലൊരു ജോലി കിട്ടി. ചെറുപ്പത്തിലെ തന്നെ അവന് ജോലി കിട്ടി. നല്ല ഒരു ജോലിയായിരുന്നു. അവൻ ജോലിക്ക് പോയപ്പോൾ കർത്താവാണ് അവനെ അനുഗ്രഹിച്ചത്. അപ്പോൾ അമ്മ അവനോട് പറഞ്ഞു, ശമ്പളം കിട്ടുമ്പോൾ ആദ്യ മാസത്തെ ശമ്പളം കർത്താവിന് നീ കൊടുക്കണം. അവരും അത് മനസ്സിൽ ധ്യാനിച്ച് കർത്താവിനോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യ മാസം അവൻ ശമ്പളം വാങ്ങിച്ച ഉടനെ ആ ശമ്പളം മുഴുവനും കൊണ്ടുവന്ന് കർത്താവിന് മുൻപാകെ പ്രാർത്ഥിച്ച് കർത്താവിനായി അത് കൊടുത്തു. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങണം, എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞവരെ കാശെടുത്തില്ല. ആ മകൻ വാങ്ങിയ ശമ്പളം അതേപടി കൊണ്ടുവന്ന് കർത്താവിന് കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, സന്തോഷത്തോടുകൂടി നാം കൊടുക്കുമ്പോൾ ദൈവം നമ്മെ അതിയായി അനുഗ്രഹിക്കും. ആ മകൻ അങ്ങനെ കാണിക്ക കൊണ്ടുവന്ന് കൊടുത്തു. പ്രാർത്ഥനയോടുകൂടി ആ കാണിക്ക സ്വീകരിച്ചു. ഇന്നവൻ വളരെ നല്ല പദവിയിലാണുള്ളത്. കർത്താവിന് അന്നവൻ കൊടുത്തു. അന്ന് സന്തോഷത്തോടെ കൊടുത്തു. കർത്താവിനായി കൊടുത്തു. കർത്താവിനോടുള്ള വിശ്വാസം കൊണ്ടാണ് കൊടുത്തത്. അവൻ കൊടുത്തതുകൊണ്ട് കുറഞ്ഞുപോയില്ല, അനുഗ്രഹമായിരിക്കുന്നു. ഇന്ന് കർത്താവ് അവനെ ഉയർന്ന ഒരു പദവിയിൽ എത്തിച്ചിരിക്കുന്നു. വിദേശത്ത് നല്ലൊരു ജോലി കൊടുത്തിരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ച് ഉയർത്തിയിരിക്കുന്നു. ആരുടെയും നിർബന്ധം കൊണ്ടല്ല അവൻ കൊടുത്തത്. ആത്മാർത്ഥമായി നാം കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെ അളവിലധികമായി അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ കാണിക്ക നൽകുമ്പോൾ അതിനുള്ള ഫലം കിട്ടും. ഉത്സാഹത്തോടെ കൊടുക്കേണ്ടതാണ്. സന്തോഷത്തോടെ നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും, നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അങ്ങയെ സ്തുതിക്കുന്നു യേശുവേ. അങ്ങേക്ക് സ്തോത്രം പറയുന്നു. ഈ നല്ല സമയത്തിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങളോട് കർത്താവേ അങ്ങേക്ക് നൽകുന്നതിനെക്കുറിച്ച് അങ്ങ് പറയുന്നുണ്ട് കർത്താവേ. അതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ, അങ്ങേക്ക് നൽകുന്നത്, അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് നൽകുന്നത് എത്ര പ്രധാനമാണെന്നുള്ളത് അങ്ങ് ഞങ്ങളോട് പറയുന്നു. അങ്ങയുടെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നതിനായി അങ്ങേക്ക് സ്തോത്രം കർത്താവേ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ നല്ല മനസ്സുകളോടും പരിശുദ്ധാത്മാവ് സംസാരിക്കണേ കർത്താവേ. ദരിദ്രയായ വിധവ തനിക്കുണ്ടായിരുന്ന എല്ലാം കർത്താവിന് നൽകിയതുപോലെ യേശുവേ, ശുശ്രൂഷയ്ക്കായി നൽകുന്ന ഈ മക്കളെ അങ്ങ് ഉണർത്തേണമേ കർത്താവേ. സ്വമനസാലെ നൽകണമേ കർത്താവേ. നിർബന്ധപൂർവമല്ല, പിറുപിറുത്തുകൊണ്ട് കൊടുക്കരുത് കർത്താവേ. ആത്മാർത്ഥമായി അങ്ങേക്ക് നൽകണമേ കർത്താവേ. കാണിക്ക നൽകുന്നവരുടെ മേൽ അങ്ങ് സ്നേഹം ചെലുത്തുന്നു കർത്താവേ. കർത്താവെ, അങ്ങേക്ക് നൽകുന്ന മക്കളായി ഓരോരുത്തരെയും ഉണർത്തേണമേ. അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് ഇവരെല്ലാവരും നൽകുമാറാകട്ടെ. സന്തോഷത്തോടെ ഇവർ കാണിക്ക നൽകുന്നതിനായി ഇവരെ ഉണർത്തേണമേ. ഉദാര മനസ്കതയോടുകൂടി നൽകുവാൻ കൃപ നൽകണമേ. കൊടുക്ക്, അപ്പോൾ നിനക്ക് നൽകപ്പെടും. നീ കൊടുക്കുമ്പോൾ നിനക്ക് നിറഞ്ഞു കവിയുവോളം ലഭിക്കുമെന്നുള്ള വചനം പോലെ കർത്താവെ, അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് നൽകുവാനുള്ള വാഞ്ചയും ദാഹവും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരണമേ. സംസാരിക്കണേ കർത്താവേ. ഇവരുടെ ഹൃദയങ്ങളിൽ ആ ഒരു ചിന്ത കൊണ്ടുവരണമേ. അങ്ങയുടെ വാക്കുകൾക്ക് കീഴടങ്ങാനുള്ള ബുദ്ധി നൽകണമേ കർത്താവേ. കർത്താവെ, അങ്ങേക്ക് നൽകിയാലേ അനുഗ്രഹമുണ്ടാവുകയുള്ളൂ എന്നിവർ മനസ്സിലാക്കട്ടെ കർത്താവേ. യേശുവെ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും അങ്ങ് സംസാരിക്കണമേ. ശുശ്രൂഷയ്ക്കായി ഇവർ നൽകട്ടെ കർത്താവേ. സന്തോഷത്തോടെ നൽകുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കളെ അങ്ങ് സ്നേഹിക്കണമേ. മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവെ, അങ്ങ് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഇവരെ അങ്ങയുടെ സാക്ഷിയായി നിർത്തണമേ യേശുവേ.
അങ്ങങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രമർപ്പിക്കുന്നു. യേശുവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് സംസാരിച്ചതിനായി അങ്ങേക്ക് സ്തോത്രം. നല്ല വഴിക്ക് നയിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. എല്ലാ സ്തുതിയും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവേ. രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയ്ക്കായി നൽകണമെന്നതിനെക്കുറിച്ച് കർത്താവ് നമ്മളോട് സംസാരിച്ചു. കൊടുക്കണം. നല്ല മനസ്സോടുകൂടി നാം കർത്താവിന് നൽകുമ്പോൾ നാം എങ്ങനെയാണ് നൽകുന്നത് എന്നത് ദൈവം അറിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കും. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മാത്രം അനുഗ്രഹം നേടിയാൽ പോരാ എന്നാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്കും ഈ പരിപാടിയിലൂടെ അനുഗ്രഹം ലഭിക്കണം. ധാരാളം പേർ പറയാറുണ്ട് ഈ പരിപാടി വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന്. നിങ്ങൾ മറ്റുള്ളവരോടും ഈ പരിപാടി മുടങ്ങാതെ കാണാൻ പറയുക. അത് നിങ്ങൾക്കും അനുഗ്രഹമായിരിക്കും, മറ്റുള്ളവർക്കും അനുഗ്രഹമായിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരിക്കലും മറക്കരുത്. മറ്റുള്ളവരോടും ഈ പരിപാടി മറക്കാതെ കാണാൻ പറയുക. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയും നന്മകളെയും കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് ഇമെയിലിലൂടെയോ കത്തുകളിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപദേശം നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.